ഹായ് എവറിബഡി. ഈ ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം ബികോമുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന എസ് എ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൻ്റെ എല്ലാ ഷോർട്ട് നോട്ടിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനെ നിങ്ങൾ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്തിട്ട് എഴുതിയാൽ എസ് എ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഗംഗാ മയ്യയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഗംഗാ മയ്യ കാ ചിത്രൺ കിസ് പ്രകാർ കിയാ ഹെ ലേഖക് ने എന്നാണ് ചോദ്യം. ഗംഗാ മയ്യ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ലേഖക് എന്നാണ് ചോദ്യത്തിൻ്റെ അർത്ഥം വരുന്നത്. അതുപോലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ബിഗ് ഡേൽ ബച്ചെ കഹാനി കാ സാരാംശാണ്, സമ്മറി എഴുതാനാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ ചിത്ര മുദ്ഗലിനെ ഡോമിൻ കാക്കി കാ ചിത്രൺ കിസ് പ്രകാർ കിയാ ഹെ, ഡോമിൻ കാക്കിയുടെ ചിത്രം എങ്ങനെ ചെയ്തിരിക്കുന്നു എന്നാണ് ചോദ്യം. लास्ट आइटला क्वेश्चन चेरापूंजी से आया हूँ यात्रा वृत्तांत में लेखक ने अपने किन अनुभवों का उल्लेख किया है. ഏതൊക്കെ എക്സ്പീരിയൻസസ് ആണ് ഈ ഒരു യാത്രാ വൃത്താന്തിലൂടെ ലേഖക് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എപ്പോഴും 10 മാർക്സ് എസ് എ ക്വസ്റ്റ്യൻസ് എഴുതുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ലേഖകിനെ കുറിച്ചിട്ട് കുറച്ച് ഇൻഫർമേഷൻസ് കൊടുത്തിട്ട് ഓത്തറിന് കിട്ടിയിരിക്കുന്ന പ്രമുഖമായിട്ടുള്ള ലേഖനങ്ങൾ, സമ്മാനങ്ങൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് അതിന് ശേഷം മാത്രം ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറിലേക്ക് കടക്കാൻ ശ്രമിക്കൂ. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം ഷോർട്ട് നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രം എഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകൾ എഴുതാൻ ശ്രമിക്കൂ. ഫസ്റ്റ് സെം ബികോമുകാരുടെ എല്ലാ ചാപ്റ്റേഴ്സും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോയും അതുപോലെ തന്നെ ഷോർട്ട് സമ്മറി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസും എൻ്റെ ചാനലിൽ അപ്ലോഡഡ് ആണ് ഓൾറെഡി. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതും ചെക്ക് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ എക്സാമിൽ നിങ്ങളെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും, ആൻസേഴ്സ് എഴുതാൻ സാധിക്കും. എല്ലാ ആൻസറുകളും പോയിൻ്റ് ടു പോയിൻ്റ് ആയിട്ടുള്ള രീതിയിൽ എഴുതാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്സ് കിട്ടും. പോസിറ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങളെക്കൊണ്ട് പറ്റും എന്ന രീതിയിൽ എക്സാമിനെ സമീപിക്കൂ. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് ഓൾ ദ ബെസ്റ്റ്. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്